നമ്മൾ വർക്ക് ഫുട്ബോൾ ഗ്രൗണ്ടിൽ കേട്ടോ. സൗദി വിളിച്ചിട്ട് പറഞ്ഞ് ആൾക്കാർ കളിക്കുമ്പോൾ നല്ല തരിപ്പുണ്ടെന്ന് പറയുന്നത്, ഒന്ന് വന്ന് നോക്കുന്നു പറഞ്ഞു. അങ്ങനെ പോയി നോക്കിയപ്പോൾ നമ്മളെ ഈ സ്റ്റാൻഡാണ് വിഷയം. ഈ സ്റ്റാൻഡിൻ്റെ എവിടെയോ ഒന്ന് കണ്ട് ലീക്കാവുന്നുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അടിയിലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അവിടെ നല്ല പ്രശ്നം മുകളിലാണ്. മുകളിൽ കയറാൻ ഞാൻ പറഞ്ഞു മുകളിൽ കയറൽ നടക്കൂല, പഴയ സാധനമാണ്. അതൊന്ന് വിഷയമാക്കേണ്ട, വണ്ടി നമുക്ക് വിളിക്കാറുണ്ട്. അങ്ങനെ വണ്ടി മൂപ്പര് വിളിച്ച് ഇവിടെ എത്തിനിട്ട് വണ്ടി അതിൻ്റെ മുകളിൽ കയറുന്ന കാര്യം ആലോചിച്ചിട്ട് സംഗതി പെരിഞ്ചൂടാണ്. വണ്ടിൻ്റെ മുകളിൽ തൊടാൻ വയ്യ, അമ്മാതിരി ചൂടാ, കൈ പൊള്ളി പോവുക. എന്താക്കാനാണ്? ഇപ്പോൾ ഫുട്ബോൾ ലോക്കപ്പ് ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ രാവിലെയൊക്കെ കളിക്കാനും വരുന്നുണ്ട്. അപ്പോൾ നന്നാക്കൽ നിർബന്ധമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെന്താക്കി വണ്ടി വിളിച്ച് വണ്ടിൻ്റെ മുകളിൽ കയറിയിട്ട് ശരിയാക്കാനിട്ടത്. ഈ വണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ സൗദി അറേബ്യയിലൊക്കെ ചെറിയ ലൈറ്റുകൾ മാറ്റാൻ വരെ പെട്ടെന്ന് വണ്ടി വന്നിട്ട് പെട്ടെന്ന് നമുക്ക് ശരിയാക്കാൻ കഴിയുട്ടോ. നമ്മുടെ നാട്ടിൽ KCB ഒക്കെ ഇപ്പോഴും മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ തളപ്പിട്ട് കയറലും കോണി വെച്ച് കയറലൊക്കെയാണ്. ഈ ഒരു വണ്ടി KCB ഒക്കെ സ്വന്തമാക്കി കഴിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് നാട്ടിലെ എല്ലാ വിഷയങ്ങളും നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ KCB ഒന്ന് അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പണ്ടൊക്കെ 10ാം ക്ലാസ് തോറ്റലൊക്കെ അതിന് പണിക്കെടുക്കൽ. ഇപ്പോൾ ITIക്കാരൊക്കെ PSC വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ITIക്കാരൊക്കെ വരുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഇങ്ങനത്തെ വണ്ടിയൊക്കെ എത്തിച്ചു കൊടുക്കണം. നല്ല സ്കില്ലഡ് വർക്കേഴ്സാണ്. നമ്മളെപ്പോലത്തെ ഗൾഫിൽ നിന്ന് ആൾക്കാർ പണിയൊക്കെ ഒഴിവാക്കിയിട്ടാണ് നാട്ടിലേക്ക് PSC ചെയ്താൻ വേണ്ടി വരുന്നത്. അപ്പോൾ ആ കാര്യമൊക്കെ വേണ്ടപ്പെട്ട് ശ്രദ്ധിക്കട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് നല്ലതാണ്, ഗുണമുള്ളൂ, ദോഷമൊന്നുമില്ല. പെട്ടെന്ന് നമ്മൾ കംപ്ലയിൻറ്റുകളൊക്കെ ക്ലിയർ ആക്കണം. നമ്മളാ പഴയ ലൈറ്റ് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ടല്ലോ, പുതിയ ലൈറ്റ് LED അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടോ. ഈ പഴയ ലൈറ്റിൻ്റെ മുകളിൽ നിന്ന് ലീക്ക് വരുന്നുണ്ട്. ഇനി കറണ്ട് നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ NFC ഓൺ ആക്കിയിട്ടേ അലാറം അങ്ങനെ അടിയാ, ഇരുമ്പും നിലവും ഒക്കെ നല്ല അടിയാണ്. സൗദിൻ്റെ മേടിച്ച് ചെയ്ത് എന്താ ഇത് കഥാന്ന്. അപ്പോൾ നമ്മളെന്താക്കി ആ വയറും കാര്യങ്ങളൊക്കെ മാറ്റി, ഉള്ളിക്കൂടുള്ള വയറ് മാറ്റി LED ഒക്കെ വെച്ച് കൊടുത്ത് പിന്നെ നമ്മൾ ലാസ്റ്റ് ചെക്ക് ചെയ്തിട്ട് കാണിച്ചു തരട്ടോ. വണ്ടിക്ക് മണിക്കൂറിന് അത്യാവശ്യം റേറ്റ് ഉണ്ടെങ്കിലും 4 ആൾ എടുക്കേണ്ട പണി 4 ദിവസം എടുക്കേണ്ട പണി നമുക്ക് 2 മണിക്കൂറിനോട് എടുത്ത് തീർക്കാൻ കഴിയും. പിന്നെ നമുക്ക് കഴിയാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന പണികളൊക്കെ ഉണ്ടാവും, നിഷ്പ്രയാസം നമുക്ക് എടുത്ത് തീർക്കാം. ഇതൊക്കെ നിങ്ങൾ ആ പഴയ കംപ്ലീറ്റ് ലൈറ്റ് ആധുനിക കാലത്തുള്ള അലജൻ ലൈറ്റുകളാട്ടോ. ഇത് നല്ല കറണ്ട് എടുക്കും ചെയ്യുക. അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെന്താക്കി 300 വാട്ട്സിൻ്റെ 2 LED അങ്ങോട്ട് കയറ്റി കൊടുത്തേക്കാണ്. നമ്മൾ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ലീക്ക് ഉണ്ടോ ഇല്ലെന്നൊക്കെ. هذا هنا شوف يجي هنا الحين ما في سكر انت؟ سكر مفتاح بس هذا سكين كله في كهرباء يجي اول كذا شوف انا سكر هذا سكين لا هنا كهرباء هنا كهرباء تي لا هنا بس الحين سكر صح؟